നമസ്കാരം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ BJP അവരുടെ നീക്കങ്ങൾ വളരെ വേഗത്തിലാക്കിയിട്ടുമുണ്ട്. എന്തായാലും സുപ്രധാന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഫെബ്രുവരി മാസം മുതൽ തന്നെ BJPയുടെ ചില ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ബജറ്റിനോടനുബന്ധിച്ച് തന്നെ ഭൂരിഭാഗം ജനപ്രിയ പദ്ധതികളും BJP പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട്. 70 ദിവസത്തിനുള്ളിൽ 11 വലിയ ജനസമ്പർക്ക പരിപാടികൾ നടത്താനാണ് നിലവിൽ BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് മാർച്ച് 15 മുൻപ് തന്നെ പൂർത്തിയാക്കും എന്നുകൂടി പാർട്ടിയോടനുബന്ധിച്ചുള്ള വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഭൂ ഉടമകളായ കർഷകർക്കുള്ള വാർഷിക ശമ്പളം 12,000 രൂപയായി ഉയർത്തും എന്നത് തന്നെയാണ്. ഫെബ്രുവരി 1 ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി കണക്കാക്കപ്പെടുന്നു. 15,000 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുക. അതിനോടകം തന്നെ 2 കോടിയോളം വരുന്ന സ്ത്രീകളെ ലക്ഷപതി രീതിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുക. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയ്ക്ക് കീഴിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായവും അതിനോടൊപ്പം തന്നെ തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങളും ഉറപ്പുവരുത്തുക. പ്രധാനമന്ത്രി സ്വാനിധി യോജനയ്ക്ക് കീഴിൽ ഫുട്പാത്തിൽ ബിസിനസ് നടത്തുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മികച്ച സഹായങ്ങൾ അല്ലെങ്കിൽ പദ്ധതികളും മറ്റും പ്രഖ്യാപിക്കുക. സൗജന്യ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും മറ്റും ഉറപ്പുവരുത്തുക. ഇത് 5 ലക്ഷം രൂപയുടെ വരെ ആരോഗ്യ പരിരക്ഷയാണ് നിലവിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ഉറപ്പാക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ വീടുകൾ കൂടുതലായി നിർമ്മിച്ച് നൽകുക തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഫെബ്രുവരി മാസത്തിൽ തന്നെ സംഭവിച്ചേക്കാം. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെയും പരിപാടികളെയും കുറിച്ച് വനിതാ സ്വയം സഹായ സംഘങ്ങളെ ഉൾപ്പെടെ ബോധവൽക്കരിക്കാനുള്ള ഒരു തന്ത്രം കൂടി BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. NGOകളിലേക്കും സ്വയം സഹായ സംഘങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള തന്ത്രം രൂപപ്പെടുത്തുന്നതിനായി BJP അടുത്തിടെ തന്നെ പാർട്ടി എക്സ്റ്റൻഷൻ ഓഫീസിൽ ശക്തിവന്ദൻ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്ന കാര്യം ഉൾപ്പെടെ പരിഗണനയിലുണ്ട് എന്ന കാര്യവും നമുക്ക് അറിവുള്ളതാണ്. എന്തായാലും ഈ പ്രചരണത്തിലൂടെ 10 കോടിയിലധികം സ്ത്രീകളുമായി നേരിട്ട് ബന്ധപ്പെടുക എന്ന തന്ത്രം തന്നെയാണ് BJP മെനയുന്നത്. സ്ത്രീ വോട്ടർമാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാവും. പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റിൽ വരെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി മോദിക്കും കൂട്ടർക്കുമുണ്ട്. അങ്ങനെ സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും ആ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും പടരാൻ തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് സിറ്റി മലയാളം.